Hi all, welcome to the third political science class based on the chapter political parties. So നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മേജർ നാഷണൽ പാർട്ടീസിനെ കുറിച്ചാണ്. ആൻഡ് ആസ് യു നോ വി ഹാവ് ടു കംപ്ലീറ്റ് 7 മേജർ നാഷണൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ ആൻഡ് വി ഹാവ് കംപ്ലീറ്റഡ് ഓൺലി ഫസ്റ്റ് 2 മേജർ നാഷണൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ സച്ച് ആസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഭാരതീയ ജനതാ പാർട്ടി. നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള മേജർ നാഷണൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ. നൗ തേർഡ് വൺ, ബഹുജൻ സമാജ് പാർട്ടി, അതർവൈസ് നോൺ ആസ് BSP. BSP കുറിച്ചുള്ള ഫസ്റ്റ് പോയിന്റ് ആണ്. BSP പാർട്ടി വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1984 അണ്ടർ ലീഡർഷിപ്പ് ഓഫ് കാൻഷിറാം. ഞാൻ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചില പാർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം അവിടെ ഫൗണ്ടേഴ്സ് നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ BSP അത്ര ഒരു പാർട്ടിയാണ്. അതിൽ ഫൗണ്ടറുടെ പേര് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് കാൻഷിറാം. സോ കാൻഷിറാമാണ് BSP ഫൗണ്ട് ചെയ്തത് ഇൻ ദ ഇയർ 1984. ഇനി നോക്കാം BSPയുടെ ഐഡിയോളജി. BSP seeks to represent and secure power for the Bahujan Samaj, which include Dalit, Adivasis, OBCs and other religious minorities. വളരെ സിമ്പിളാണ്. ഈ BSPയുടെ മെയിൻ ഐഡിയോളജി എന്ന് പറയുന്നത് they always try to protect the interest of these people, disadvantaged class of society such as Dalit, Adivasis, OBC. ഇതുപോലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ബഹുജൻ പാർട്ടി ട്രൈ ചെയ്യാറുള്ളത്. ഇനി തേർഡ് പോയിന്റ്, ഇൻസ്പയർഡ് ബൈ ടീച്ചിങ്സ് ഓഫ് 3 പേഴ്സൺ, മഹാത്മാ ഫുലെ, പെരിയാർ രാമസ്വാമി നായ്ക്കർ ആൻഡ് BR അംബേദ്കർ. അതായത് BSP പാർട്ടി ഫോം ചെയ്യാൻ അവരെ ഇൻസ്പയർ ചെയ്ത 3 ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആണ് മഹാത്മാ ഫുലെയും പെരിയാർ രാമസ്വാമി നായ്ക്കർ അതുപോലെ BR അംബേദ്കറും. നിങ്ങൾക്ക് ഈ 3 ആൾക്കൊരു കോമൺ ഫീച്ചർ കാണാൻ പറ്റും. ഈ 3 പേരും ജനിച്ചത് ലോ കാസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ആളുകളുടെ ബുദ്ധിമുട്ട് ശരിക്കും അറിയുമായിരുന്ന ചില വ്യക്തികളായിരുന്നു ഈ 3 പേരും. ഫുലെ ആയാലും പെരിയാർ രാമസ്വാമി നായ്ക്കർ ആയാലും അതുപോലെ അംബേദ്കർ ആയാലും. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം BSP പാർട്ടി ഫോം ചെയ്യാൻ ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ 3 ഗ്രേറ്റ് പേഴ്സണാലിറ്റിയിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇവരുടെ മെയിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് ഇവരുടെ മെയിൻ ബേസ്. നിങ്ങൾക്കറിയാം അവിടെ ഇവരുടെ മെയിൻ ലീഡർ അവിടെ തന്നെയാണുള്ളത്, മായാവതി. പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി മെയിൻ ബേസ് ഉത്തർപ്രദേശ് ആണെങ്കിലും അത് സിഗ്നിഫിക്കൻറ്റ് പ്രസൻറ്റ് ഉള്ളത് ഈ സ്റ്റേറ്റിലൊക്കെയാണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഈ സ്റ്റേറ്റിലൊക്കെയാണ് ഇവർക്ക് ഉത്തർപ്രദേശ് കൂടാതെയുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റ് ഉള്ളത്. ഇനി നമുക്ക് ചില കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. In the Lok Sabha election held in 2019, it polled about 3.63% of vote and secured 10 seats in the Lok Sabha. അപ്പോൾ ഇത്രയാണ് BSP കുറിച്ച് പറയാനുള്ള മെയിനായിട്ടുള്ള പോയിന്റ്. ഇനി നമുക്ക് സിമ്പിളൂടെ നോക്കേണ്ടതുള്ളത്. സിമ്പിൾ എന്ന് പറയുന്നത് എലിഫൻ്റ് ആണ്. എലിഫൻ്റ് ഈസ് എ സിമ്പിൾ ഓഫ് BSP. അപ്പോൾ ഈ സിമ്പിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡിന് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫോർത്ത് മേജർ നാഷണൽ പാർട്ടി ഓഫ് ഇന്ത്യ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അല്ലെങ്കിൽ CPIM എന്ന് പറയും. CPIM കുറിച്ച് പറയാനുള്ള ഫസ്റ്റ് പോയിന്റ്, ദിസ് പാർട്ടി വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ 1964. ഇപ്പോൾ ശരിക്കും CPIM എന്ന് പറയുന്നത് ഒരു സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായൊരു പാർട്ടിയാണ്. അത് നമുക്ക് അടുത്ത ടോപ്പിക് പറയുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇയർ ബൈ ഓർത്ത് വയ്ക്കുക. 1964 CPIM ഫൗണ്ട് ചെയ്തത്. ഇനി ഇവരുടെ മെയിൻ ഫിലോസഫി എന്ന് പറയുന്നത് മാർക്സിസമാണ്. ദേ ഫോളോ ദ ഐഡിയോളജീസ് ഓഫ് കാൾ മാർക്സ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദാറ്റ് ഐഡിയോളജി ഈസ് നോൺ ആസ് മാർക്സിസം. അത് നിങ്ങൾക്ക് ആ പേര് തന്നെ കിട്ടും, CPIM എന്നാണല്ലോ. സോ M സ്റ്റാൻഡ് ഫോർ മാർക്സിസ്റ്റ്. ഇനി ഇവർ മെയിൻ ഫിലോസഫി മാർക്സിസം ആണെങ്കിലും ദേ ആൾസോ സപ്പോർട്ട് സോഷ്യലിസം, സെക്യുലറിസം. ശരിക്കും സോഷ്യലിസം എന്ന് പറയുന്നത് മാർക്സിസത്തിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ്. ഓക്കെ, എനിഹൗ തേർഡ് പോയിന്റ്, ദേ സപ്പോർട്ട് സോഷ്യലിസം ആൻഡ് സെക്യുലറിസം ഓൾസോ. ഇനി എവിടേക്കാണ് ഇവിടെ മെയിൻ ബേസ് എന്ന് നോക്കാം. ദേ എൻജോയ് സ്ട്രോങ് സപ്പോർട്ട് ഇൻ വെസ്റ്റ് ബംഗാൾ, കേരള ആൻഡ് ത്രിപുര. നമുക്കറിയാം കേരളത്തിലെ റൂളിംഗ് പാർട്ടി തന്നെ ഇപ്പോൾ CPIM ആണ്. ഓക്കെ, സോ മെയിനായിട്ട് കാണുന്നത് വെസ്റ്റ് ബംഗാൾ, കേരള ആൻഡ് ത്രിപുര. ഇനി ഏതൊക്കെ സെക്ഷൻ ഓഫ് സൊസൈറ്റിയിലിടയിലാണ് ഇവർ കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത്? CPIM is famous among poor people, factory workers, farmers, agricultural laborers and the
ഇൻ്റലിജൻഷ്യ. നമുക്കറിയാം ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരു കൂടുതലായിട്ട് ഈ വർക്കേഴ്സിനെ, തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും പൂർ പീപ്പിളിൻ്റെ ഇടയിൽ, അതുപോലെ ഈ ഫാക്ടറി വർക്കേഴ്സിൻ്റെയും ഫാമേഴ്സിൻ്റെ ഇടയിൽ പോപ്പുലർ ആകാൻ കാരണം. ഇവിടെ ഒരു പുതിയ ടേം വരുന്നുണ്ട്, ഇൻ്റലിജൻഷ്യ. അത് ഇത്രയേ ഉള്ളൂ, എഡ്യൂക്കേറ്റഡ് ക്ലാസ്. എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൻ്റെ ഇടയിൽ പോലും CPIM പോപ്പുലറാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില കറണ്ട് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. The Lok Sabha election held in 2019, CPIM won 1.75% of vote and 3 seats. ഇനി ആസ് യൂഷ്വൽ സിമ്പിൾ. ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമാണ്, നിങ്ങൾക്ക് ഒരുപാട് സിമ്പിളോ കണ്ട് പരിചയിക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ CPIMൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സിക്കിൾ, ഹാമർ ആൻഡ് സ്റ്റാർ. അതാണ് CPIMൻ്റെ സിമ്പിൾ, സിക്കിൾ, ഹാമർ ആൻഡ് സ്റ്റാർ. ഓക്കെ, അത്രയാണ് CPIMനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് മേജർ നാഷണൽ പാർട്ടി ഓഫ് ഇന്ത്യയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇത് രണ്ടാമതോടും കൺഫ്യൂസ്ഡ് ആയി പോരുത്. നമ്മളിപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് CPIM ആണ്. അവിടെ ഒരു മാർക്സിസ്റ്റ് എന്നുള്ള ടേം വരുന്നുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ടിയാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. പിന്നെ നേരത്തെ നമ്മൾ CPIM ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ CPIM എന്നുള്ള പാർട്ടി ഫോം ചെയ്തൊരു സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ടോപ്പിക്ക് പറയുമ്പോൾ ഒന്നുകൂടെ അത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അബൌട്ട് CPI. ഇറ്റ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1925. കുറച്ചുകൂടെ ഓൾഡ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. 1925 ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇവർ ബിലീവ് ചെയ്യുന്ന മെയിൻ ഫിലോസഫി അല്ലെങ്കിൽ ഐഡിയോളജി എന്ന് പറയുന്നത് മാർക്സിസം, അതുപോലെ ലെനിനിസമാണ്. ലെനിനിസം നമുക്കറിയാം, നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട് അബൌട്ട് ലെനിൻ ഇൻ ദ ചാപ്റ്റർ റഷ്യൻ റവല്യൂഷൻ. സോ CPIMൻ്റെ മെയിൻ ഫിലോസഫി എന്ന് പറയുന്നത് മാർക്സിസം ആയിരുന്നു. എന്നാൽ ഇവിടെ ലെനിനിസം കൂടെ വരുന്നുണ്ട്. ഇനി മാർക്സിസം ലെനിനിസം കൂടാതെ ഇവരുടെ മറ്റ് ഐഡിയോളജീസ് എന്ന് പറയുന്നത് സെക്യുലറിസം, ഡെമോക്രസി, പ്രൊമോട്ടിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് പുവർ, ഫാക്ടറി വർക്കേഴ്സ്, ഫാമേഴ്സ് ആൻഡ് അതർ അഗ്രികൾച്ചറൽ ലേബേഴ്സ്. അപ്പോൾ ഇതൊക്കെ CPIയുടെ ഐഡിയോളജീസ് ആണ്. സെക്യുലറിസവും ഡെമോക്രസിയും അതുപോലെ പുവർ പീപ്പിളിൻ്റെയും വർക്കേഴ്സിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യലൊക്കെ ഇവരുടെ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനിയാണ് ആ സ്പ്ലിറ്റിൻ്റെ കാര്യം വരുന്നത്. CPI became weak after the split in 1924. അതായത് ഈ പാർട്ടി ഫോം ചെയ്ത 1925 1906 ആയപ്പോഴേക്കും ഒരുപാട് ഐഡിയോളജിക്കൽ റീസൺസ് കാരണം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 1964 എനിഹൗ ഈ പാർട്ടിയിലുള്ളൊരു സ്പ്ലിറ്റ് ഉണ്ടായി. അപ്പോൾ ഈ സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ 1964 എന്ന് പറഞ്ഞ ഇയർ നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടായിരിക്കും. നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതേ ഇയറിലാണ് CPIM ഫൗണ്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പണ്ട് CPIM എല്ലാം ഒരൊറ്റ പാർട്ടിയുടെ ഭാഗമായിരുന്നു. പക്ഷേ 1964 ആ സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ടാണ് CPIM വേറെ ഒരു പാർട്ടിയായിട്ട് മാറിയത്. അപ്പോൾ എന്നിരുന്നാലും ആ സ്പ്ലിറ്റ് കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്ത് മെയിനായിട്ടും CPIനെ ആയിരിക്കാം. അതുകൊണ്ടാണ് സെൻറ്റൻസ് ഇങ്ങനെ കൊടുക്കാൻ കാരണം. CPI became weak after the split in 1964. ഇനി നമുക്ക് നോക്കേണ്ടത് എവിടേക്കാണ് ഇതിൻ്റെ മേജർ പ്രസൻസ് എന്നുള്ളതാണ്. സിഗ്നിഫിക്കൻറ്റ് പ്രസൻസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് കേരള, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു. ഈ സ്റ്റേറ്റിലൊക്കെയാണ് കൂടുതലായിട്ടും CPIMന് സ്ട്രോങ് ബേസ് ഉള്ളത്. ഇനി ചില കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇറ്റ് സെക്യൂർഡ് ലെസ് ദാൻ 1% ഓഫ് വോട്ട് ആൻഡ് 2 സീറ്റ്സ് ഇൻ ദി ലാസ്റ്റ് ലോക്സഭ ഇലക്ഷൻ, ദാറ്റ് ഈസ് ഇൻ 2019. ഇത്രയാണ് മെയിൻ പോയിന്റ്സ് അബൌട്ട് CPI. ഇനി അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം ഇതിൻ്റെ ഈ പേര് ഞാൻ പല തവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിമ്പിളിൻ്റെ പേരെന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗത്തും കൊടുത്തിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഈ സിമ്പിളിൻ്റെ പേരെന്ന് പറയുന്നത് ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് സിക്കിളാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു കോണിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അതിനെ പറയുന്നത് ഇയേഴ്സ് ഓഫ് കോൺ എന്നാണ്. അതുകൂടാതെ ഒരു സിക്കിൾ, ഒരു അരിവാളും കാണാം. അപ്പോൾ ഇതാണ് CPIയുടെ സിമ്പിൾ, ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് സിക്കിൾ. എന്നാൽ CPIMൻ്റെ സിമ്പിൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ സിക്കിൾ, ഹാമർ ആൻഡ് സ്റ്റാർ ആണ് വരുന്നത്. രണ്ടും മാറിപ്പോരുത്. CPIയുടേതാണ് ഈ ഇയേഴ്സ് ഓഫ് കോണും സിക്കിളും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് CPI. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്കൻഡ് ലാസ്റ്റ് മേജർ നാഷണൽ പാർട്ടി ഓഫ് ഇന്ത്യയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, അതർവൈസ് നോൺ ആസ് NCP. അപ്പോൾ നിങ്ങൾക്ക് ആ പേര് തന്നെ ഒരു ക്ലൂ കിട്ടുന്നുണ്ട്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി.
അപ്പോൾ ഈ കോൺഗ്രസുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള പാർട്ടി നിങ്ങൾക്ക് ആ പേര് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. സി ദ ഫസ്റ്റ് പോയിന്റ്, ദിസ് പാർട്ടി വാസ് ഫോംഡ് ഇൻ 1999 ഫോളോയിങ് എ സ്പ്ലിറ്റ് ഇൻ ദി കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ടാണ് 1964 CPIM ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ NCP എന്ന് പറഞ്ഞാൽ പണ്ട് കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ 1999 ഒരു സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ട് ഇവരൊരു പുതിയ പാർട്ടിയായിട്ട് മാറിയതാണ്. അതാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. ഇനി ഇവരുടെ ഐഡിയോളജി, ഈ സ്പ്ലിറ്റിൻ്റെ കാരണം എന്താ നിങ്ങൾക്കൊരു അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇവരുടെ മെയിൻ ഐഡിയോളജി എന്ന് പറയുന്നത് ഡെമോക്രസി, ദേ സപ്പോർട്ട് ഡെമോക്രസി, ഗാന്ധിയൻ സെക്യുലറിസം, ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഫെഡറലിസം. അപ്പോൾ ഇതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഐഡിയോളജി അല്ലെങ്കിൽ ഫിലോസഫി. ഇനി ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സ്പ്ലിറ്റിൻ്റെ കാരണം കൂടെ മനസ്സിലാവും. ദേ വാണ്ട് ഹൈ ഓഫീസ് ഇൻ ദ ഗവൺമെൻറ് ടു ബി കൺഫൈൻഡ് ടു നാച്ചുറൽ ബോൺ സിറ്റിസൺ ഓഫ് ദ കൺട്രി. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന പദവികൾ, പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, അതുപോലുള്ള ഉയർന്ന പൊസിഷൻസ് ഉണ്ടാവുമല്ലോ, ഇതെല്ലാം ഇന്ത്യയിൽ ജനിച്ച നാച്ചുറലായിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നായിരുന്നു ഇവരുടെ ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം സോണിയാഗാന്ധി ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരു വ്യക്തിയായിരുന്നില്ല സോണിയാഗാന്ധി. ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടിയ വ്യക്തിയല്ല സോണിയാഗാന്ധി. നിങ്ങൾക്കറിയാം സോണിയാഗാന്ധി എന്ന് പറയുന്നത് അവരുടെ പ്ലേസ് ഓഫ് ബർത്ത് ഇറ്റലി ആയിരുന്നു. പക്ഷെ പിന്നീട് അവരെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തതാണ്. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു NCP ഈ സോണിയാഗാന്ധിക്ക് ഇന്ത്യയിലുള്ള ഹൈ പൊസിഷനൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയുടെ ഒരു ആർഗ്യുമെൻ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു, ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ വേറൊരു പാർട്ടി ഫോം ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മേജർ പ്രസൻസ്. ദിസ് എ മേജർ പാർട്ടി ഇൻ മഹാരാഷ്ട്രയിലാണ് NCP കൂടുതലായിട്ടും സ്ട്രോങ് ബേസ് ഉള്ളത്. ഇനി അത് കൂടാതെ സിഗ്നിഫിക്കൻറ്റ് പ്രസൻസ് ഉള്ള മറ്റ് സ്റ്റേറ്റുകളാണ് മേഘാലയ, മണിപ്പൂർ ആൻഡ് ആസാം. ഇനി ലാസ്റ്റ് പോയിന്റ് അബൌട്ട് NCP. Since 2004, a member of the United Progressive Alliance. നമുക്കറിയാം, രണ്ട് അലയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് UP, അതാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. മറ്റൊന്നായിരുന്നു NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. അപ്പോൾ 2004 മുതൽ UPയുടെ ഭാഗമാണ് ഈ NCP. ഇനി ലാസ്റ്റ് പോയിന്റ്, സിമ്പിൾ. ക്ലോക്കാണ് NCPയുടെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ അത്രയാണ് NCPയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള മേജർ പോയിന്റ്സ്. Now let's move to the last major national party of India. അതാണ് AITC, full form All India Trinamool Congress. AITC full form All India Trinamool Congress. Okay, first point, ഈ പാർട്ടി ഫോം ചെയ്തത്, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1992, മന്ത് ജനുവരിയാണ്, അതുപോലെ ഡേറ്റ് 1. ഒരു ന്യൂ ഇയറിനാണ് ഈ പാർട്ടി ഫോം ചെയ്തത്. അണ്ടർ ലീഡർഷിപ്പ് ഓഫ് മമതാ ബാനർജി. നമുക്കതിന് കേട്ടൊരു പേരായിരിക്കും. വെസ്റ്റ് ബംഗാൾ ഒരു സ്ട്രോങ് ലീഡറാണ് മമതാ ബാനർജി. അപ്പോൾ അവരുടെ ലീഡർഷിപ്പിൽ 1998 ജനുവരി 1 ഫോം ചെയ്തൊരു പാർട്ടിയാണ് AITC അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്. ഇനി 1998 ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും 2016 ദിസ് പാർട്ടി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി. 2016 നാഷണൽ പാർട്ടി എന്നുള്ള റെക്കഗ്നേഷൻ കിട്ടിയത്. ഇനി ഇവരുടെ മെയിൻ ഐഡിയോളജി എന്ന് പറയുന്നത് സെക്യുലറിസം, അതുപോലെ ഫെഡറലിസം ഒക്കെയാണ്. ഇനി മെയിൻ ബേസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളാണ്. അതുപോലെ മറ്റ് സിഗ്നിഫിക്കൻറ്റ് പ്രസൻസ് ഉള്ള സ്റ്റേറ്റ് ത്രിപുര, അരുണാചൽ പ്രദേശ് ആൻഡ് മണിപ്പൂർ. ഇനി ചില കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2019 ലോക്സഭ ഇലക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ചില പോയിന്റ്സ് ആണ്. ഇൻ ദ 2019 ലോക്സഭ ഇലക്ഷൻ ദേ സെക്യൂർഡ് 4.07% ഓഫ് വോട്ട്സ് ആൻഡ് 122 സീറ്റ്സ്. അപ്പോൾ അത് നല്ലൊരു 20 സീറ്റ്സ് എന്ന് പറയുന്നത് നല്ലൊരു നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോയിന്റ് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നൗ ഇറ്റ് ഈസ് എ 4th ലാർജസ്റ്റ് പാർട്ടി ഇൻ ലോക്സഭ. AITC എന്ന് പറയുന്നത് ലോക്സഭയിലെ 4th ലാർജസ്റ്റ് പാർട്ടിയാണ്. കാരണം 22 സീറ്റ്സ് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ 2019 ലോക്സഭ ഇലക്ഷൻ. ഇനി ഇവരുടെ സിമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഫ്ലവേഴ്സ് ആൻഡ് ഗ്രാസ് ആണ്. ഫ്ലവേഴ്സ് ആൻഡ് ഗ്രാസ് ആണ് AITCയുടെ സിമ്പിൾ. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക്
മേജർ നാഷണൽ പാർട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ്.